ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. എൻ്റെ പൊന്നുമക്കളെ, ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് തിരിച്ചെത്തിയത്. അപ്പോൾ ഈ ഒരു സമയത്ത് യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വരികയാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല, ഇവിടെ നല്ല വെയിലാണ്, നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. പ്രത്യേകിച്ച് മധുര, നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യാണ്, സാർ മഴ തുടരുന്നു, അവധിയുണ്ടോ? അതായത് കളക്ടർക്ക് എന്താണോ കമൻറ്റ് ബോക്സിൽ ചെയ്യുന്നത് അതേ കമൻറ്റുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും വരികയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഞാൻ മറ്റ് യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസും മറ്റ് ഇതൊക്കെ നോക്കുന്നത്. സാധാരണ നമ്മൾ കനത്ത റെഡ് അലർട്ടൊക്കെ വരികയാണെങ്കിൽ കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓരോ ജില്ലയിലെയും കളക്ടർമാർ എന്ത് പറയുന്നു, മുഖ്യമന്ത്രിയുടെ തലത്തിൽ എന്ത് വാർത്ത വരുന്നു. അപ്പോൾ ജസ്റ്റ് എന്താ നോക്കിയപ്പോൾ തന്നെ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മാത്രമാണ് ഉള്ളത്. എന്നിട്ടാണ് വിദ്യാർത്ഥികൾ അവധി ചോദിക്കുന്നത്. അപ്പോൾ നിലവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ മഴയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് കാരണം ഈ അവധി അറിയുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിൽ കനത്ത മഴ പെയ്യുമെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടാണ്. പക്ഷേ എന്ന് കരുതി നാളെ ഇതുവരെയും ഒരു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മാത്രമാണ്. ഇത് കാണുന്ന പലരുടെയും ജില്ലകളിൽ ഒരു പക്ഷേ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടാവും, പക്ഷേ അത്ര കനത്ത മഴയല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും വീണ്ടും ഒരു മഴക്കാലം വരുന്നുണ്ട്, അത് ഉറപ്പാണ്. പക്ഷേ നിലവിൽ അവധികളൊന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് പോയി പഠിക്കുക. ഇനി സ്കൂൾ സമയക്രമത്തിലും മാറ്റം വന്നിട്ടുണ്ട്, മറ്റ് ചില അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാനുണ്ട്. എല്ലാം എത്തിക്കും, തീർച്ചയായിട്ടും ഞങ്ങളിവിടെ ഉണ്ട്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരങ്ങളായിട്ട് കമൻറ്റ് ചെയ്യുക, മടിക്കേണ്ട, മറക്കേണ്ട.